ഇല്ല, അത് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിൻ്റെയും നേതൃത്വത്തിലാണ് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടന്നത്. അവിടെ ചാണ്ടി ഉമ്മൻ പറഞ്ഞത്, ചാണ്ടി ഉമ്മൻ ഒരു ദിവസം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് പ്രചരണത്തിന് വേണ്ടി. അവിടെ മറ്റുള്ളവർക്ക് അതിനെ ചുമതല നൽകിയിരുന്നു, പക്ഷേ തന്നെ അതിൽ നിന്ന് മനഃപൂർവ്വമായി ഒഴിവാക്കി എന്നുള്ളൊരു കാര്യമാണ്. അത് നേതൃത്വമാണല്ലോ അതിന് മറുപടി പറയേണ്ടത്. അങ്ങനെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗക്കാർക്ക് അവിടെ ഒരു പ്രയോറിറ്റി ഉണ്ടായിരുന്നോ? അങ്ങനെ പ്രയോറിറ്റി ഉണ്ടായതിന് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. എനിക്ക് ഏതായാലും പ്രയോറിറ്റി വന്നിട്ടുണ്ട്, പോയിട്ടുമുണ്ട്, പങ്കെടുത്തിട്ടുമുണ്ട്. ബാക്കിയുള്ള കാര്യം ഞാൻ അന്വേഷിച്ചിട്ടില്ല, എന്താണെന്ന് എനിക്ക് അറിയില്ല. അങ്ങയുടെ വൈഷമ്യമൊക്കെ മാറിയോ? വൈഷമ്യം എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ രാഷ്ട്രീയത്തിൽ എന്താ വൈഷമ്യമുള്ളത്? രാഷ്ട്രീയത്തിൽ വൈഷമ്യം ഉണ്ടാവും, പല വികാരങ്ങളുണ്ടാവും രാഷ്ട്രീയത്തിൽ. അതൊന്നും ഇനി പൊതുവായി ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങയുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അല്ല, എന്താ പ്രശ്നം? എന്താ അല്ല, എന്താണ് എന്റെ പ്രശ്നം എന്ന് എനിക്ക് അറിയില്ല. അങ്ങയുടെ പേരായിരുന്നു ആദ്യം പാലക്കാട് ഉയർന്നു വന്നത്. അല്ല, അതാ ചാപ്റ്ററൊക്കെ ക്ലോസ് ചെയ്തില്ലേ, ഇനി അടുത്ത ഇലക്ഷന്റെ നേരായി. ഈ മാടായി കോളേജിലെ നിയമന വിവാദം അതിപ്പോ വലിയ രീതിയിൽ കത്തിയാണ്. അത് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഒരു പരസ്യമായി കോൺഗ്രസിന്റെ MPക്കെതിരെ പ്രകടനം നടത്തുന്നതും കോലം കത്തിക്കുന്നതും ശരിയല്ല. അതാരും നടത്തിയാലും. ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോയിൻമെന്റ് മെറിറ്റിലേക്ക് കിടക്കാൻ എനിക്ക് എന്താ അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. പക്ഷേ എന്തെല്ലാം പ്രകോപനം ഉണ്ടെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ DCC നേതൃത്വവുമായിട്ട് സംസാരിക്കുകയാണ് വേണ്ടിയിരുന്നത്. അതിന് പകരം ഒരു ജനപ്രതിനിധിയെ, അത് 4ാം തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു അംഗത്തിൻ്റെ കോലം കത്തിക്കുന്നതും നടു റോട്ടിൽ അധിക്ഷേപിക്കുന്നതും വളരെ തെറ്റ് തന്നെയാണ്. അത് പാർട്ടിയുടെ ഒരു ഘടനയ്ക്ക് ഒട്ടും യോജിച്ചതല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ KPC നേതൃത്വം തന്നെ പ്രസിഡന്റ് തന്നെ തീരുമാനം എടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.